ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് HDFC ബാങ്കിന്റെ വേക്കൻസിയാണ്. ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർ പുതിയ രീതിയിൽ ഒരു അപ്ലൈ ചെയ്യുവാൻ വേണ്ടി അവരുടെ വെബ്സൈറ്റിൽ പുതിയൊരു രീതി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാര്യം അവരുടെ വെബ്സൈറ്റിൽ നേരത്തെ വേക്കൻസി കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയുകയായിരുന്നു, ഈ വേക്കൻസി ഇന്ന സ്ഥലത്തേക്ക് എന്നുള്ള. അപ്പം പലർക്കും അതിലൊരു കൺഫ്യൂഷൻ വരും. കാര്യം ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെന്ന് ഒരു ബോധമില്ലായ്മ വരും. അപ്പോഴത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുകയും അത് കാരണം അവർക്ക് റിപ്ലൈ അവിടെ നിന്ന് വരാതിരിക്കുകയും അവർക്കും ബാങ്കിനും ഒരുപാട് പ്രോബ്ലം വരുന്നു. കാര്യം അവർ ഈ വേക്കൻസിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം അവർക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന് പറ്റി, അതായത് അവർ കൊടുത്തിരിക്കുന്ന വേക്കൻസി ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിൽ. അത് അവർക്കും പ്രോബ്ലം ആവും, നിങ്ങൾക്കും പ്രോബ്ലം ആവും. അതുകൊണ്ട് അവരൊരു പുതിയ രീതിയിൽ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി HDFC ബാങ്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് വാൺസ് തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏജ് ലിമിറ്റ് എന്താണ്, ഇതിന് ഫീസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് കണക്കുള്ള വേക്കൻസികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ് സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ വേക്കൻസി ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ കാണാം. ഇത് HDFC ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഞാൻ വേറെ എങ്ങൊന്നുമല്ല ഇത് പറയുന്നത്. ഇവരിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവരിവിടെ പറയുന്നുണ്ട്, ക്ലാരിഫിക്കേഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഓൺ ഫേക്ക് ജോബ് ഓഫേഴ്സ് ഉണ്ട്. അവര് ഫേക്കില് വെബ്സൈറ്റ് ഉണ്ടാക്കും, അവരതിനകത്ത് ഇത് ഓഫർ ചെയ്യും, ജോബ് ഓഫർ ചെയ്യും. നിങ്ങൾ അവര് പറയുന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യും. അവിടുന്ന് അവര് നിങ്ങളെ വിളിച്ചിട്ട് ഫോൺ വിളിക്കുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യും. HDFCയുടെ അതായത് റോങ് ഇമെയിൽ ID ഉണ്ടാക്കി നിങ്ങളെ HDFC ബാങ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇമെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് പറയും ഇത്ര പൈസ നിങ്ങൾ അടയ്ക്കണം, ഇത്ര പൈസ അടച്ചാൽ നിങ്ങൾക്ക് ഈ ജോബ് കിട്ടുമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ. നിങ്ങൾ ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഫ്രീ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആരോടും ഒരു ഫീസും നിങ്ങൾ ചോദിക്കുന്നില്ല, എക്സാമും ഇല്ല, ഒരു ഫീസും ഇല്ല. ഫീസ് ഇല്ലാതെ HDFC ബാങ്ക് അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനൊരു അപ്ലൈ ലിങ്ക് ഇടണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് കാൻഡിഡേറ്റിനെ ആവശ്യമുണ്ട്. അല്ലാതെ ഇത് ഫേക്കുമല്ല. ഞാൻ കാണിക്കുന്ന എൻ്റെ ഒരു വീഡിയോയും ഫേക്കായിട്ട് ഇടുന്നതല്ല. നിങ്ങൾ ചിലപ്പോൾ സമയം പോയി കഴിഞ്ഞായിരിക്കും, ഒരു വേക്കൻസി കഴിഞ്ഞായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ HDFC ബാങ്ക് പറഞ്ഞത് കണക്ക് തന്നെ അവരൊരു വേക്കൻസി തരും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് വേറൊരു വേക്കൻസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയും വരാം. അതുകൂടാതെ ഏറ്റവും മെയിനായിട്ട് നിങ്ങളുടെ റെസ്യൂം തയ്യാറാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ CV അത് എത്രത്തോളം നല്ലതാണോ, അതായത് നിങ്ങൾ HDFC ബാങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് HDFC ബാങ്കിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലിയുടെ റിക്വയർമെന്റ് എന്താണ്, നിങ്ങൾ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ അതുപോലെ നിങ്ങളുടെ CV ഉണ്ടാക്കി അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ വന്നിരിക്കും. HDFC ബാങ്കിൽ നിന്നും അതായത് തന്നെ ഇൻഡിഗോയുടെയൊക്കെ ഒരുപാട് പേർക്ക് ഇന്റർവ്യൂ വന്ന് ജോലി കിട്ടിയവരും ഉണ്ട്. ഇന്റർവ്യൂ വന്നവരല്ലെങ്കിൽ അതിന് വിളിച്ചവർ ഒരുപാട് പേരുണ്ട്. ജോലി കിട്ടിയവരും കാണും. ജോലി കിട്ടിയവർ എനിക്ക് അധികം ചെയ്തിട്ടില്ല, ജോലി കിട്ടാഞ്ഞിട്ടാണോ അത് കിട്ടിക്കഴിഞ്ഞിട്ട് അറിയിക്കാത്താണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചെന്നും അല്ലെങ്കിൽ ഇത് കണക്ക് മെയിൽ വന്നെന്നും മെസ്സേജ് വന്നെന്നും ഒക്കെ പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് ഇത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ CV നിങ്ങൾ എത്രയും നല്ല കണക്ക് തയ്യാറാക്കിയ നിങ്ങൾ കൊടുക്കുന്നു, അത്രയും നിങ്ങളുടെ ആ ഒരു ജോബ് നിങ്ങൾക്ക് ഒരു ചാൻസ്. പ്രത്യേകിച്ച് ഈ ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുവാൻ സാധ്യതയുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലായിടത്തും HDFC ബാങ്ക് ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025 ഇതിനകത്ത് വേക്കൻസി പറയുന്നത് 11,500 പ്ലസ് 11,500 കൂടുതലുണ്ട്. ഇവിടെ പറയുന്ന HDFC ബാങ്ക് ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ
ഫ്രം ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഫോർ HDFC Bank റിക്രൂട്ട്മെന്റ് 2025. ഹിയർ ഈസ് എ ലോട്ട് ഓഫ് വേക്കൻസി ഇൻ 2025. യു ക്യാൻ അപ്ലൈ ഇഫ് യു ആർ എലിജിബിൾ. HDFC ബാങ്കിന്റെ 11,500 കൂടുതൽ വേക്കൻസി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി അത് നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഓൺലൈൻ. ഇത് ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ക്യാൻ റീഡ് ദ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആൻഡ് ക്യാൻ അപ്ലൈ. നിങ്ങൾ മൊത്തം ഇൻഫോർമേഷൻ പഠിച്ചിട്ട് ചെയ്യുക. ആരെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ വിളിച്ച് പൈസ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രോഡാണ്. കാര്യം നമ്മൾ ഇതെല്ലാം നെറ്റിലൂടെയാണ് ചെയ്യുന്നത്. പലർക്കും അത് കാണുവാനും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുവാനും ഒക്കെയുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിങ്ങളുടെ പർട്ടിക്കുലർ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തെന്ന് അറിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ ചെയ്യും. നിങ്ങൾ ഈ ഒരു കാര്യം 1-2 പേര് എനിക്ക് അങ്ങനെ ഫോൺ ഇത് ചെയ്തായിരുന്നു, എനിക്ക് ഫോൺ വന്ന് ഇത്ര പൈസ അടച്ചാൽ ജോലി തരാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിലൊന്നും വീഴാതിരിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും ഈ ജോലി കിട്ടുവാൻ വേണ്ടി പൈസ കൊടുക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റാ. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് ഓൺലൈനിലൂടെ. അതുകൂടാതെ ഞാനും എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യല്ലേ. ഒരു പൈസ, ഇത് ഫ്രീ ആണ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം ബാക്കി ഇതിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ HDFC ബാങ്ക് പോസ്റ്റ് 11,500 കൂടുതലുണ്ട്. ക്വാളിഫിക്കേഷൻ 10th 12th ഗ്രാജുവേറ്റ്. 10th-കാർക്ക് ഇതിന് അപേക്ഷിക്കാം, 12th-കാർക്ക് അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിനും അപേക്ഷിക്കാം. അപ്പം അതാണ് അവരുടെ ഒരു പുതിയ രീതി. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് അവർ നിങ്ങളെ വിളിച്ച് ജോലി തരുന്ന ഒരു പുതിയ രീതിയാണ് അവരുടെ. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന ഇന്റർവ്യൂ, അതുകൂടാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 13 ഏപ്രിൽ തൊട്ട് ഇത് തുടങ്ങിയതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ 5 ജൂൺ വരെ, 5-ാം തീയതി ജൂൺ വരെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾക്ക് നല്ല സമയമുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നല്ല കണക്ക് CV ഒക്കെ ഉണ്ടാക്കി അയക്കുക. നെയിം ഓഫ് ദ പോസ്റ്റ് അഡ്മിനിസ്ട്രേഷനിലുണ്ട്, അനലിസ്റ്റിക്സിലുണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബ്രാഞ്ച് മാനേജറുടെ ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, കളക്ഷൻ ഓഫീസർ ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്, ഫൈനാൻസ് മാനേജർ ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, PO ഉണ്ട്, IT മാനേജർ ഉണ്ട്, ഹെഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, മാനേജർ ഉണ്ട്. കാൻഡിഡേറ്റ്സ് ഷുഡ് ബി ബിറ്റ്വീൻ 18 to 40 ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. 18-നും 40-നും വയസ്സിന് ഇടയിലുള്ളവർക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും. കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ്. ഇനി ക്വാളിഫിക്കേഷനെ പറ്റി അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. കാൻഡിഡേറ്റ് മിനിമം പാസ്ഡ് 10th 12th ഗ്രാജുവേറ്റ് ആസ് പെർ പോസ്റ്റ് ഓർ ഈക്വലന്റ് എക്സാമിനേഷൻ ഫ്രം ദ ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി റിക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. 10-ഉം 12-ഉം ഗ്രാജുവേറ്റിനുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റും. ആപ്ലിക്കൻ മസ്റ്റ് ലോഗ് ഓൺ ടു ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് ഫിൽ ആപ്ലിക്കേഷൻ ഫോർ ആൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കേണ്ടെന്നുള്ള കാര്യം പറയുകയാണ്. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റ്, HDFCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ആ ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട് എന്റെ വീഡിയോയുടെ താഴെ. അത് ക്ലിക്ക് ചെയ്ത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് ആ ഫോം ഫില്ല് ചെയ്ത് അയക്കുക. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനിലുള്ളതാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ക്ലിക്ക് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നെന്ന് നോക്കാം. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വീഡിയോയുടെ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട്. ആ അപ്ലൈ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു അവരുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ അവർ ഫ്രോഡിനെ പറ്റി പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പല ജോബ് വേക്കൻസികൾ പറയും. HDFC ബാങ്ക് ഇവിടെ പറയുന്നുണ്ട് യു ആർ എ സ്റ്റെപ്പ് ക്ലോസർ ടു യുവർ ഡ്രീം ജോബ്. ഇവിടുന്ന് ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞാണ് അടുത്ത ഡീറ്റെയിൽ ഉണ്ട്. അക്കംപ്ലിഷ് യുവർ കരിയർ ആസ്പിറേഷൻ ACE ബാങ്കർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് ACE ബാങ്കേഴ്സ് പ്രോഗ്രാം റിപ്രസെന്റ്, ഇത് നിങ്ങൾ വായിച്ചു നോക്കി എന്താണ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ
നിങ്ങൾക്ക് ഇവിടെ നോ മോർ അപ്ലൈ എന്നുണ്ട്. അപ്പം പുതിയ വേക്കൻസികൾ ഞാൻ കാണിക്കുന്ന അതിലല്ലാതെ വേറെ പുതിയ ഏതെങ്കിലുമൊക്കെ വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ഇവിടെ ഉണ്ട് ഫ്യൂച്ചർ ബാങ്കേഴ്സ്. ഈ ഫ്യൂച്ചർ ബാങ്കേഴ്സിൽ ഇതിന്റെ എലിജിബിലിറ്റി ഗ്രാജുവേറ്റ് ആണ്. 21 തൊട്ട് 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് അപ്ലൈ ആവും. ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഇതിന്റെ തന്നെ പുതിയ വേറെ ജോബ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും നോ മോർ അപ്ലൈയിൽ. അവിടുന്ന് താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം, ഗെറ്റ് ദ ബെസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് ഇന്ത്യസ് നമ്പർ 1 ബാങ്ക്. ഇവിടെ ക്ലിക്ക് ഹെയർ എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവരുടെ വെബ്സൈറ്റിലേക്ക്, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് അത്. ആപ്ലിക്കേഷൻ ആ ഒരു പേജിലേക്ക് പോകും, എങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യുന്നെന്ന്. ഇവിടെ പറയുന്നുണ്ട് കം ജോയിൻ ദ വിന്നിംഗ് ടീം. അതുകൂടാതെ ജോയിൻ ദ വിന്നിംഗ് ടീം. HDFC ബാങ്ക് ഈസ് എ യങ് ആൻഡ് ഡൈനാമിക് ബാങ്ക് വിത്ത് എ യൂത്ത്ഫുൾ ആൻഡ് എന്തസിസ്റ്റിക് ടീം. ഇവിടെ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. കാര്യം ഇവരുടെ നേരത്തെ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞ് അവർ നേരത്തെ തരുന്നതനുസരിച്ചുള്ള ആപ്ലിക്കേഷനിൽ അവർ തരുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. അപ്പൊ ഇവിടെ ഷെയർ യുവർ ഡീറ്റെയിൽ ബിലോ ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടച്ച്. നിങ്ങളുടെ ഡീറ്റെയിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ സൊല്യൂഷൻ ഇവിടെ ആരാണ്, മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്ന് നിങ്ങൾ കൊടുക്കണം. അതുകൂടാതെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്ത്, ലാസ്റ്റ് നെയിം കൊടുത്ത്, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുത്ത്, ഇമെയിൽ ID കൊടുത്ത്, മൊബൈൽ നമ്പർ കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ കൊടുക്കണം, നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണെന്ന്. ഇവിടെ നിങ്ങൾക്ക് പല ലൊക്കേഷൻ കാണും. ആ ലൊക്കേഷൻ നിങ്ങൾ ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്യണം. നമ്മുടെ ആലപ്പുഴയും വരും, അല്ലെങ്കിൽ കേരളത്തിലെ ഇത് വരും. ഇവിടെ നിങ്ങൾ നോക്കണം. അംബികാപൂർ ഉണ്ട്, അമേത്തിയുണ്ട്, അമരേലിയുണ്ട്, ആനന്ദുണ്ട്, ഇവിടെ വരും. ആലപ്പുഴ എനിക്ക് ഒന്ന് കഴിഞ്ഞു പോയിരുന്നു. ഉണ്ടെങ്കിൽ വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. ആലപ്പുഴ ഇവിടെ ഉണ്ട്, ആലപ്പുഴ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആലപ്പുഴ ക്ലിക്ക് ചെയ്ത്, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വീടിനടുത്ത് HDFC ബാങ്ക് ഉണ്ട്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ, നിങ്ങളുടെ ആ സിറ്റിയിൽ HDFC ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ജോലി കിട്ടും. അവിടുന്ന് വരുമ്പോഴത്തേക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കണം. എത്ര വർഷത്തെ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇവിടെ കൊടുക്കണം. നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാസത്തെ അല്ലെങ്കിൽ എത്ര ദിവസത്തെ നോട്ടീസ് പീരീഡ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ആയാൽ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 15 തൊട്ട് 30 ആയിരിക്കണം സാധാരണ ആൾക്കാർ എടുക്കുന്നത്. 15 തൊട്ട് 30 വരെയുള്ള ഡേറ്റ് ആണ് മിക്കവരും എടുക്കുന്നത്. ഇൻഡസ്ട്രി ഏതാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യണം. FMCG ആണോ, മീഡിയ ആണോ, എന്റർടൈൻമെന്റ് ആണോ, എന്താണെന്ന് നിങ്ങൾ ജോലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, അതിവിടെ സെലക്ട് ചെയ്യണം. കറണ്ട് കമ്പനി ഏതാണെന്ന് വെച്ചാൽ കമ്പനിയുടെ പേര് എഴുതണം. കറണ്ട് ജോബ് റോൾ, നിങ്ങളുടെ ഡിസിഗ്നേഷൻ എന്താണെന്ന് അത് ഇവിടെ എഴുതണം. ഹൈഹസ്റ്റ് എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഏറ്റവും കൂടിയ BA ആണോ, BSc ആണോ, 12th ആണോ, 10th ആണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ റെസ്യൂം ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. ഞാനിപ്പം വെറുതെ ചെയ്യുന്നതാണ്, ഇത് ഞാൻ ഡെമോ ആയിട്ട് ചെയ്യുന്നതാണ്, റെസ്യൂം അല്ല ഇത്. അപ്പം എങ്ങനെയാ ഞാൻ അത് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിക്കുകയായിരുന്നു. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കാര്യമുണ്ട്. കറണ്ട് കമ്പനി നിങ്ങൾ എഴുതി, ഹൈഗസ്റ്റ് എഡ്യൂക്കേഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് റോൾ ഇൻട്രസ്റ്റഡ്. ഇവിടാണ് ഒരു പ്രശ്നം വരുന്നത്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് നോക്കണം. അതായത് മിക്കവർക്കും ഇത് വരാത്തത്, നിങ്ങളുടെ കാലിംഗ് ലെറ്റർ വരാത്തതിന്റെ കാര്യം, നിങ്ങൾ IT ഒരു പേഴ്സൺ അല്ല. നിങ്ങൾ IT സെലക്ട് ചെയ്താൽ അവരെങ്ങനെ നിങ്ങളെ ഇത് ചെയ്യും? അപ്പം ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഡിജിറ്റൽ ചാനൽ, റൂറൽ ബാങ്കിങ്, SME, നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെ IT ഉണ്ട്. IT നിങ്ങൾ 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സോ പാസ്സായവരാണ്. നിങ്ങൾ IT ബിസിനസ് സൊല്യൂഷൻ എടുത്താൽ അവരെങ്ങനെ നിങ്ങളെ, അപ്പം ഇവിടെ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ അതർ റോൾ എന്നുള്ളത്, നിങ്ങൾക്ക് ഇവിടെ ഒന്നും പിടി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതർ റോൾ എടുക്കുക. അപ്പം നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ കണ്ട്
നിങ്ങൾ ഈ കൊടുത്ത ഡീറ്റെയിൽ കണ്ട് അവര് അതനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.